ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദിത്യൻ. ഇന്ന് എൻ്റെ വീടിന് മുമ്പിലുള്ള ഓടയിൽ വീണ് കിടന്ന പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം കുറേ ശ്രമിച്ചു അതിനെ രക്ഷിക്കാൻ, എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനും സാധിച്ചില്ല. പിന്നീട് ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹായത്തിലാണ് അതിനെ രക്ഷിച്ചത്. എന്നാൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഫ്രണ്ട്സ് പട്ടിയുടെ അലർച്ച എന്ന് വെച്ചാൽ ഈ കരയുന്ന പോലത്തെ. ഞാനാണെങ്കിൽ അപ്പോൾ ഈ ഓടയുടെ ഈ സൈഡിൽ നിന്നായിരുന്നു ശബ്ദം അങ്ങ് അറ്റത്തുനിന്ന്. ഞാനാണെങ്കിൽ അതിനകത്തോട്ട് പോയി നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടിയാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് അങ്ങോട്ട് പോകാം, അവിടെ ചെന്നിട്ട് അച്ഛൻ അതിനെ എടുക്കുന്നതായിരിക്കും. ഇവിടെ ഫുള്ളും ഇതൊരു ഓടയാണ്. ഇതിന് അപ്പുറത്തും ചെടിയൊക്കെയാണ്. ഈ വഴി നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒരു വഴിയും ഇല്ല. എൻ്റെ ഒരു കൊച്ചു പട്ടിക്കുട്ടിയാണത്. ഞാൻ എടുക്കാൻ നോക്കട്ടെ. എനിക്ക് എത്തുന്നില്ലല്ലോ, എന്തോ ചെയ്യും. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് അച്ഛനെടുക്കും. ഒന്നും കൂടെ നോക്കാം. ഇതിന് വേറെ നടന്ന് കുടുങ്ങിയൊക്കെ കിടപ്പുണ്ട്. അയ്യോ, പറ്റുന്നില്ല, അച്ഛനെടുക്കും. ഇല്ല, അങ്ങോട്ട് പോകാതെ എന്താ പിന്നെ അച്ഛനെ വരുന്നതായിരിക്കും. എന്നെ ഒന്ന് പിടിച്ച അപ്പം അച്ഛൻ എടുക്കാൻ പോവുകയാണ്. കൊച്ചു പട്ടിക്കുട്ടിയാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയും രക്ഷിക്കണം. ഒരു കൊച്ചു പട്ടിക്കുട്ടിയുടെ ജീവൻ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. ഒരു കൊച്ചു, നിങ്ങൾക്ക് കാണാം, ഒരു കൊച്ചു ചുമപ്പ് കളറുള്ള പട്ടിക്കുട്ടിയാണിത്. നമുക്കപ്പോൾ അച്ഛൻ അതിനെ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് കുടുങ്ങി കിടക്കുമെന്ന് തോന്നുന്നു. പറ്റുമോ എടുക്കാൻ? നോക്കാന്ന് പറയാം. അതെടുത്ത് കരയുന്നു. നോക്കാം ഒന്നും കൂടെ പിടിക്കാൻ. അച്ഛൻ അതിനെ എന്തായാലും ചിലപ്പോൾ പിടിച്ചിടും. ഓ ഫ്രണ്ട്സ്, അത് പൊട്ടിപ്പോയി. അതൊരു കൊച്ചോ, അതങ്ങോട്ട് പോകുന്നു. അച്ഛാ, അപ്പം അതിനടിയിലോട്ട് പോയത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കുമോ? പട്ടിക്കുട്ടി ഇങ്ങോട്ട് നീക്കാൻ നോക്കുക. എടുക്കാൻ എന്തായാലും പറ്റാൻ പാടാ. ഇത് കടിക്കാൻ വരുന്നുണ്ടോ? ആ കൊച്ചിന് പേടിയായിട്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും കാട് കയറി കിടക്കുവാണ്. എന്തോ ചെയ്യാനാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാനിങ്ങനെ അപ്പുറത്തോട്ടൊക്കെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു അലർച്ച ഞാൻ കേൾക്കുന്നത്. കയറും ഇല്ല വേണോ കൺമണി? ഞാനാണെങ്കിൽ തൊള്ള ഗേറ്റിനടുത്തൊരു കയർ ഇട്ടിട്ടുണ്ട്. ആ കയർ പോയി എടുത്തോണ്ട് പോവാ. ഒരു കയറ് പോയി എടുത്തോണ്ട് പോവാ. അത് ഞാൻ എടുത്തോളാം. എടുക്കാൻ പറ്റുന്നോ? കയറ് വേണോ? ആ, അത് എടുത്തുതരാം. ചെല്ല്. ആ കയർ എൻ്റെ കൈ കൊണ്ടുത്താ. ഓ, അത് കീഴിലോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വരുന്നില്ലല്ലേ?
അച്ഛൻ പരമാവധി നോക്കുന്നുണ്ട്, എന്നാലും പറ്റുന്നില്ല ഒന്നും പാളയോ ഈ ഒരു കൂടെ ചാടാവോ? അപ്പൊ അച്ഛൻ ആ പാള പോയി എടുക്കാം. അതുകൊണ്ട് അച്ഛാ കയറുമായിട്ട് അവള് വരുന്നത്. കയർ അതിന്റെ തലയിൽ നമുക്ക് ഇട്ടിട്ട് ഇങ്ങ് പൊക്കി എടുക്കാൻ നോക്കാം. അപ്പൊ ഞാൻ അതിന്റെ അടുത്തോട്ടൊന്ന് പോട്ടെ. അപ്പോൾ ആ പട്ടിക്കുട്ടി വിറയ്ക്കുന്നുണ്ട് ഫ്രണ്ട്സ്. കുറേ 1 മണിക്കൂർ ഏകദേശം ഇത് ഈ വെള്ളത്തിൽ കിടക്കാൻ നോക്കിയിട്ട്. എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിച്ചെടുക്കും ഫ്രണ്ട്സ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും പരമാവധി നോക്കും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അച്ഛൻ കയറായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ അച്ഛനൊരു കയറ് കെട്ടിടുന്നുണ്ട്. എന്നിട്ട് അതിനെ പിടിച്ച് പൊക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അച്ഛൻ അതിനെ പൊക്കി കയറിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അച്ഛൻ അതിനെ കെട്ടിട്ടിട്ടുണ്ട്. ഇനി പൊക്കിയാൽ മതി ഫ്രണ്ട്സ്. നമുക്ക് നോക്കാം ഇനി അതിനെ പൊക്കാൻ പറ്റുമോയെന്ന്. ഫ്രണ്ട്സ് അപ്പോൾ അച്ഛൻ മാക്സിമം അതിനെ ശ്രമിക്കുന്നുണ്ട്. അതായത് കൊളുത്തിടാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിരിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്ക്. ചിലപ്പോൾ അത് താന്ന് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അച്ഛൻ അങ്ങനെ നമ്മളെ പട്ടിക്കുട്ടിയെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പിള്ളേരൊക്കെ വരും, നിർത്തട്ടെ. പട്ടിക്കുട്ടി രക്ഷിച്ചു, നിർത്തട്ടെ. അച്ഛൻ ഇതപ്പം കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷിച്ചു. അത് നല്ല തണുത്ത് വിറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓടാത്തത്. ഇതിവിടെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും വിറയ്ക്കുകയാണ് വെള്ളത്തിൻ്റെ ഇതൊക്കെ കാരണം. അപ്പോൾ അച്ഛൻ അതിനെ അവിടെ നിന്ന് അങ്ങ് പൊക്കാൻ വേണ്ടി ഒരു ഇതെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതാണ് അപ്പോൾ പട്ടിക്കുട്ടി. ഫ്രണ്ട്സ് അപ്പോൾ അച്ഛൻ അങ്ങനെ വീണു ഫ്രണ്ട്സ്. കോളവായിടാത്ത പോയി ഫ്രണ്ട്സ്. ഇവിടെ പുള്ളി ചെളിയിടാ കൂട്ടത്തിൽ അച്ഛൻ വീണു പോയി ഫ്രണ്ട്സ്. നമ്മളെ പട്ടിക്കുട്ടിക്ക് വേണ്ടിയല്ലേ ഫ്രണ്ട്സ്, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ രക്ഷപ്പെട്ടുള്ളൂ. അച്ഛൻ അങ്ങോട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛനും കയറി. അച്ഛാ പട്ടിക്കുട്ടി പോന്ന് പോകട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ആ പട്ടിക്കുട്ടി നടന്നു പോകുന്ന ഒരു വീഡിയോ ഞാൻ കാണി. ഫ്രണ്ട്സ് ഇതിന് അപ്പുറത്തെ വെള്ളത്തിൽ ഇനി വീഴുമോയെന്ന് അറിയത്തില്ല. അത് നടന്നു വെറും കൊച്ചു പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. അപ്പോൾ കാലൊക്കെ വിറയ്ക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ പട്ടിക്കുട്ടിയെ രക്ഷിച്ചു.